കേരളത്തിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് മുഖ്യമന്ത്രിയും നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും കൂടി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ടത്. ചർച്ച പ്രൊഡക്റ്റീവായിരുന്നു എന്നാണ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നു ചർച്ച? നമുക്ക് ആകെ കൂടി ആലോചിക്കുമ്പോൾ ഒരു പോസിറ്റീവായ ഡിസ്കഷൻ ആയിരുന്നു. അതെ, ഇതിൽ രണ്ട് വിഷയങ്ങളാണുള്ളത്. ഒന്ന്, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ്. അപ്പോൾ ആ സംഭവങ്ങളിൽ കർക്കശ നിലപാട് സ്വീകരിക്കണമെന്ന് നേരത്തെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞിരുന്നു. കർക്കശ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും തെറ്റായ പ്രവണതകൾ, മറ്റ് വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാരിനെ മന്ത്രി അറിയിച്ചു. രണ്ടാമത്തത്, അതിനൊരു ഷെഡ്യൂൾ ഉണ്ടല്ലോ, ആ ഷെഡ്യൂൾ പ്രകാരം സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കുക. അപ്പോൾ ആ നിലയിൽ ഷെഡ്യൂൾ പ്രകാരം പൂർത്തീകരിക്കാനുള്ള എല്ലാ ശ്രമവും അവർ നടത്തും. 2025 ഡിസംബറോടുകൂടി ഷെഡ്യൂൾ പ്രകാരം കാര്യങ്ങൾ തീരുമാനിച്ച് പൂർത്തീകരിക്കാനാകുമെന്ന് തന്നെയാണ് അവരറിയിച്ചിട്ടുള്ളത്. ഈ വർഷം ഡിസംബറോടുകൂടി ദേശീയപാതയുടെ നിർമ്മാണം ഏകദേശം പൂർത്തീകരിക്കാൻ ഏകദേശം കഴിയും. ഇനി ഏതെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അധികം വൈകാതെ തന്നെ. ഈ കുരിയാട് അടക്കമുള്ള ഈ നിർമ്മാണത്തിൽ വീഴ്ചയുണ്ടായ സ്ഥലങ്ങളുടെ പ്രശ്നം കേന്ദ്രം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, അത് അഡ്മിറ്റ് ചെയ്തു. അതിൻ്റെ അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ നടപടിയെടുത്തു, കരാറുകാരനെ നടപടിയെടുത്തു. അത് ആ നിലയിൽ തന്നെ ബാക്കി കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മറ്റ് പ്രതികരണങ്ങളിലേക്ക് കൂടി വന്നാൽ KC വേണുഗോപാൽ MP കടുത്ത വിമർശനമാണ് മന്ത്രിക്കും സർക്കാരിനുമെതിരെ നടത്തുന്നത്. എന്തുകൊണ്ട് അക്കാര്യത്തിൽ ഇടപെട്ടില്ല, എന്താണ് സംഭവിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അല്ല, ഒന്ന്, ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദൗർഭാഗ്യകരമായ സംഭവം എല്ലാവരെയും പ്രയാസത്തിലാഴ്ത്തിയ കാര്യമാണ്. എന്നാൽ ഇതാ കിട്ടിപ്പോയി. അടിക്കാനൊരു വടി എന്നുള്ള നിലയിൽ ആനന്ദ നൃത്തമാടുന്ന നിലയിലുള്ള പ്രസ്താവന കൊടുക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ, UDF നേതാക്കന്മാരുടെ നിലപാട് തെറ്റാണ്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങളീ പറഞ്ഞ ശ്രീ KC വേണുഗോപാലിന് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം ഉൾപ്പെടെ പ്രദാനം ചെയ്ത സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലമാണ് ഈ പദ്ധതി മുടങ്ങിപ്പോയത്. ഉമ്മൻചാണ്ടി സർക്കാർ, അതെ, UDF 2011-16 കാലഘട്ടത്തിൽ അന്ന് മുടങ്ങിപ്പോയ പദ്ധതിയാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതി ഇനി ഒരു കാലത്തും നടക്കണ്ട എന്ന് തോന്നുന്ന നിലയിലുള്ള നിലപാട് പരസ്യമായി പ്രകടിപ്പിക്കുക തെറ്റല്ലേ? നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് പരിഹരിച്ച് പോകണം. എന്നാൽ പ്രവൃത്തി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള നിലപാടെടുക്കുന്നത് ശരിയല്ല. NH-66 കാലനായി KC വേണുഗോപാൽ സ്വയം മാറാൻ തീരുമാനിച്ചാൽ അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല. പദ്ധതി ഞങ്ങൾ പൂർത്തീകരിക്കും. എല്ലാ നിലയിലും നാഷണൽ ഹൈവേ അതോറിറ്റി ഇന്ത്യയോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങളത് പൂർത്തീകരിക്കാൻ ഇടപെടും. അത് ഒരു ശരിയായ രീതിയല്ല. അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. പദ്ധതി മുടക്കാനുള്ള ശ്രമം, ഇതാകെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം, അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എവിടെ എന്തൊക്കെ കുഴപ്പമുണ്ടോ അതൊക്കെ പരിശോധിക്കണം എന്ന് നിർമ്മാണവുമായി പൂർണ്ണ ഉത്തരവാദിത്തമുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായുള്ള ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതാകെ മോശമാണ്, ഇനി ഒന്നും വേണ്ടതില്ല എന്ന നിലപാട് കാലൻ്റെ പണിയാണ്. പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള കാലൻ്റെ പണിയുമായി ശ്രീ KC വേണുഗോപാലല്ല ആരിറങ്ങിയാലും അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല. പദ്ധതി നാട്ടിലെ ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയാണ്. അത് യാഥാർത്ഥ്യമാകും. അത് ഈ പ്രതിപക്ഷത്തിൻ്റെ വിമർശനം ഒരു പരിധി കടന്നു വരികയാണ്. PSC ചെയർമാൻ കൂടിയാണ്, പാർലമെൻറ്റിലെ PSC ചെയർമാൻ കൂടിയാണ് KC വേണുഗോപാൽ ഗതാഗത സെക്രട്ടറിയെയും കേന്ദ്ര ഗതാഗത സെക്രട്ടറിയും NHAI അധികൃതരെയും ഒക്കെ വിളിപ്പിച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. എന്നിട്ടും പ്രാദേശികമായ ഒരു ഇടപെടൽ എന്തുകൊണ്ടുണ്ടായില്ല എന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടല്ല എന്നുള്ളത് സമൂഹത്തിന് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഈ പദ്ധതി കുറച്ചു കാലം നീട്ടിക്കൊണ്ടുപോകണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ നടപടി. അതാണ് ഞാൻ പറഞ്ഞത്, കാലൻ്റെ പണിയെടുക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പോകരുതെന്നുള്ളത്. അല്ല, ഇതൊക്കെ മലയാളിക്ക് ഇതൊക്കെ മനസ്സിലാവില്ലേ? മലയാളി ഇതൊക്കെ അറിയുന്ന ആളുകളല്ലേ? അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹം കാലൻ്റെ പണിയാണ് എടുക്കുന്നത്. NH-66 കാലൻ്റെ പണിയെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. പദ്ധതി യാഥാർത്ഥ്യമാവും. ലോകത്തെവിടെയുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയാണ്. നിർമ്മാണം എങ്ങനെയെങ്കിലും നടന്നിട്ടല്ല പദ്ധതി യാഥാർത്ഥ്യമാകേണ്ടത്. നിർമ്മാണം ശാസ്ത്രീയമായി നടക്കണം, ശരിയായ അർത്ഥത്തിൽ നടക്കണം. പാകപ്പിഴവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. പക്ഷേ നിർമ്മാണം ഷെഡ്യൂൾ ചെയ്ത പ്രകാരം സമയബന്ധിതമായി പൂർത്തീകരിക്കും. അത് നടക്കുമെന്നൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അതെ, അത് നടക്കുന്നുള്ള ഉറപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏതെങ്കിലും 1-2 റീച്ചിൻ്റെ എന്തെങ്കിലും പോരായ്മ വന്നാലും മഹാഭൂരിപക്ഷവും 2025 ഡിസംബറോടെ പൂർത്തീകരിക്കാനാകും. എന്ന് മാത്രമല്ല, എവിടെയൊക്കെ പൂർത്തീകരിക്കുന്നത് അവിടെയൊക്കെ തുറന്നു കൊടുക്കാൻ പറ്റും.
അല്ലാതെ ഇതാകെ ഒന്നാകെ തുറക്കില്ല. എവിടെയാണോ പൂർത്തീകരിക്കുന്നത് അവിടെ തുറക്കാൻ പറ്റും. അപ്പോൾ ജനങ്ങൾക്ക് ഇതിൻ്റെ സ്വാദ് ആസ്വദിക്കാൻ പറ്റും. മുഖ്യമന്ത്രിയുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഏറെ ഇതിൻ്റെ ഗുണഭോക്താക്കളായി പെട്ടെന്ന് മാറാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് കെ സി വേണുഗോപാലിൻ്റെ കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതെങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വന്നു എന്നൊരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. നിലവിലെ LDFൻ്റെ ഒരു സാധ്യത എന്താണ് മിനിസ്റ്റർ? സ്വരാജ് സ്ഥാനാർത്ഥിയായതോടുകൂടി UDF ക്യാമ്പാകെ പാടിയിരിക്കുകയാണ്. ഞങ്ങൾ നല്ല വോട്ടിന് ജയിക്കും. സഖാവ് M സ്വരാജിനെ പോലെയുള്ള കഴിവുള്ള ഒരു വ്യക്തി അദ്ദേഹം കേരളത്തിൻ്റെ നിയമസഭയിൽ വേണ്ടതുണ്ട്. അദ്ദേഹം തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തിന് നിലമ്പൂർ വിജയിക്കും. ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പറയുന്ന ഒരു പ്രതികരണം ഈ മലപ്പുറത്തെ ചതിപ്രയോഗത്തിലൂടെ വീഴ്ത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്നാണ്. മലപ്പുറത്തിനെതിരെ അനാവശ്യ പ്രചരണങ്ങൾ നടത്തി. അതിനെക്കുറിച്ച് എന്താ പറയുക? പ്രത്യേകിച്ച് VD സതീശനാണ് ആ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അല്ല, മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെതിരായിരുന്നല്ലോ കോൺഗ്രസ് പാർട്ടി. അതിൻ്റെ പ്രതിനിധിയാണല്ലോ VD സതീശൻ. ചരിത്ര സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. മലപ്പുറം എന്നൊരു ജില്ല വേണ്ടതില്ല എന്നുള്ള നിലപാടായിരുന്നു കോൺഗ്രസ്സിന്. പരിശോധിച്ച് നോക്കൂ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. LDF കേരളത്തിൽ അധികാരത്തിൽ വന്ന ഘട്ടങ്ങളിലെല്ലാം മലപ്പുറം ജില്ലയെ, അവിടുത്തെ ജനങ്ങളെയൊക്കെ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന നിലയിലേക്കുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒട്ടേറെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന KC വേണുഗോപാലായാലും ശ്രീ VD സതീശനായാലും മതവർഗീയതക്കെതിരെ എടുത്ത നിലപാടൊക്കെ നമുക്കറിയാമല്ലോ. KC വേണുഗോപാൽ ഇങ്ങോട്ട് വന്ന തന്നെ രാജസ്ഥാനിൽ BJPക്ക് ഒരു രാജ്യസഭ അംഗത്തെ ഉണ്ടാക്കി കൊടുത്തിട്ടാണല്ലോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. മതവർഗീയതക്കെതിരെ പറയാൻ ലെവലേശ അവകാശമില്ലാത്ത വ്യക്തിയാണ് ശ്രീ KC വേണുഗോപാൽ. ഇതൊക്കെ ഒരു ധ്രുവീകരണത്തിന് വഴിയൊരുക്കുന്ന പ്രസ്താവനകളായിട്ടാണോ കാണുന്നത്? അല്ല, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരം നിലപാട് സ്വീകരിക്കുക, രാഷ്ട്രീയത്തിൽ മതവർഗീയത കുത്തിവെക്കുക, ഇതൊക്കെയാണല്ലോ UDFൻ്റെ എല്ലാ കാലത്തെയും നിലപാട്. ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ അതൊന്നും LDF സ്ഥാനാർത്ഥി സഖാവ് M സ്വരാജിൻ്റെ വിജയത്തെ തടയാൻ സാധിക്കുന്ന ഒന്നല്ല. LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തെ തടയുന്ന ഒരു സ്വാധീനവും അവിടെ ഇല്ല, അൻവർ അടക്കം. അല്ല, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിനോടെ വിജയിക്കും. സ്വരാജ് കേരളത്തിൻ്റെ നിയമസഭയിലെത്തും. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ്. സ്വരാജ് നിയമസഭയിലെത്തും, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നടന്ന വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ച പോസിറ്റീവാണ്. കൃത്യമായ നടപടികൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് മന്ത്രി എന്നുള്ളതും മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ ദില്ലി. വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ്. നിലമ്പൂരിൽ M സ്വരാജ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതിനൊപ്പം തന്നെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ സ്വീകരിക്കുന്ന വിമർശനങ്ങൾ, ഉന്നയിക്കുന്ന കുറ്റപ്പെടുത്തലെല്ലാം അത് നാഷണൽ ഹൈവേ നിർമ്മാണത്തിൻ്റെ കാലനായി KC വേണുഗോപാൽ മാറുകയാണ്. അങ്ങനെ മാറരുത് എന്നുകൂടി നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു വയ്ക്കുകയാണ്. ദില്ലിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ ദില്ലി.